മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ചൂട് കുറയുമെന്ന പ്രതീക്ഷകൾക്കിടയിൽ പുതിയ സംഭവവികാസങ്ങൾ വീണ്ടും അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ അമേരിക്ക ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം പദ്ധതി അപ്രതീക്ഷിതമായി നിർത്തിവെച്ചതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഈ യുദ്ധത്തിന്റെ ദിശയിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുകയാണ്. ഹോർമുസിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും. ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ US തയ്യാറായി. ഇതിന്റെ ഭാഗമായി ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇറാനുമായി നിലവിൽ നടന്നുവരുന്ന ചർച്ചകളിൽ മികച്ച പുരോഗതി ഉണ്ടായ സാഹചര്യത്തിൽ പരസ്പര സമ്മതപ്രകാരമാണ് ഈ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം തുടരുമെങ്കിലും സൈനിക നീക്കങ്ങൾ തൽക്കാലം അവസാനിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എന്നാൽ അമേരിക്കൻ പിന്മാറ്റത്തെ തങ്ങളുടെ വിജയമായാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുന്ന ഈ തർക്കം പരിഹരിക്കാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചർച്ച നടത്താനും ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നു. ഹോർമുസ് അടച്ചതിനാൽ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടാൻ പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ US ഇടപെടൽ ആരംഭിച്ചത് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതിന് ബദലായി ഇറാൻ UAEയിലെ ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം നടത്തിയതോടെയാണ് കുറച്ചുനാളത്തെ സമാധാനത്തിനു ശേഷം പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമായത്. ഇതിനു പിന്നാലെയാണ് സമാധാന ചർച്ചകളുടെ ഭാഗമായി പ്രൊജക്ട് ഫ്രീഡം സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ US തീരുമാനിച്ചത്. ഗൾഫിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ അടച്ചിട്ട ജലപാതയിലൂടെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിനും ആഗോള സമ്പദ് വ്യവസ്ഥയെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനും സഹായിക്കുക എന്നതായിരുന്നു പ്രൊജക്ട് ഫ്രീഡത്തിന്റെ ലക്ഷ്യം. ഈ പദ്ധതി ആരംഭിച്ചത് തന്നെ ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായിരുന്നു. എന്നാൽ ഇത് തുടർന്നാൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്ക ഇറാനെതിരായ നാവിക ഉപരോധം തുടരുമെന്ന് വ്യക്തമാക്കിയതും ഈ നീക്കം പൂർണ്ണമായ ഒരു പിന്മാറ്റമല്ല എന്ന സൂചനയായാണ് നൽകുന്നത്. ട്രംപ് പറയുന്നത് ഇറാനുമായി സമാധാന ചർച്ചകളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകുകയാണ് എന്നതാണ്. ചില രാജ്യങ്ങളുടെ ഇടപെടലും പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഇടപെടൽ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം അത്ര ലളിതമല്ല. ഹോർമുസ് മേഖലയിൽ ഇപ്പോഴും സംഘർഷഭാവം തുടരുകയാണ്. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഡ്രോൺ മിസൈൽ ഭീഷണികൾ, ഇരുവശത്തും സൈനിക സാന്നിധ്യം എല്ലാം ചേർന്നൊരു അതീവ അപകടകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു പദ്ധതി നിർത്തിവെക്കുന്നത് യുദ്ധം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനയല്ല, മറിച്ചൊരു ഇടവേള മാത്രമായിരിക്കാം. ഇവിടെ പ്രധാന ചോദ്യം ഉയരുന്നത് ഇത് സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണോ അല്ലെങ്കിൽ പുതിയ തന്ത്രപരമായ നീക്കത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ളതാണ്. ട്രംപിന്റെ ഈ തീരുമാനം രണ്ട് രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. ഒരു വശത്ത് ഇത് സംഘർഷം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നയതന്ത്ര നീക്കമായി വിലയിരുത്താം. മറുവശത്ത് സൈനിക സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചകളിലൂടെ കൂടുതൽ നേട്ടം നേടാനുള്ള ശ്രമമായി ഇതിനെ കാണുന്നവരുമുണ്ട്. അതേസമയം യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന സത്യം. വെടിനിർത്തൽ ഉണ്ടായിട്ടും ചെറിയ ഏറ്റുമുട്ടലുകൾ തുടരുന്നുണ്ട്. കപ്പൽ ഗതാഗതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുമില്ല. എണ്ണ വിപണി ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. ഈ തീരുമാനം യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുമോ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിന് മുന്നോടിയായിരിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്.